മാതാവ് 1858 ഫെബ്രുവരി 11 ഒരു പെൺകൊച്ചിന് പ്രത്യക്ഷപ്പെട്ടു ഇവിടെ ലൂർദില്. അത്ഭുതങ്ങളുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. വെറും 13 വയസ്സ് മാത്രമുള്ള വിറക് ശേഖരിക്കാൻ പോയ ആസ്മ ബാധിതയായ ബർണദത്ത എന്ന പെൺകുട്ടിക്ക് മുന്നിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. ഭയം കൊണ്ട് വിറച്ച ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആ സ്ത്രീ പുഞ്ചിരി തൂവുന്നു. അങ്ങനെ ലൂർദ് എന്ന ഫ്രാൻസിലെ സാധാരണ ഗ്രാമം അസാധാരണമാകാൻ തുടങ്ങുന്നു. ലോകമെങ്ങും കത്തോലിക്ക സഭ അമലോത്ഭവ മാതാവിന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആദ്യമായി അമലോത്ഭവ മാതാവ് എന്ന് വിശേഷിപ്പിച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ആ ബാലികയ്ക്ക് മുന്നിലാണ്. മാതാവ് ഇവളോട് പറയും, ഐ ആം ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, ഞാൻ അമലോത്ഭവ മാതാവാണെന്ന്. അവിടെ ഇവിളി കൊച്ച്, അതും ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലാണ് പറയുന്നത്. ഈ കൊച്ച് ഒറ്റ ശ്വാസത്തിൽ ഇത് പറഞ്ഞുകൊണ്ട് വികാരിയച്ഛൻ്റെ അടുത്ത് ചെല്ലും. അങ്ങനെ വികാരിയച്ഛൻ്റെ അടുത്ത് എന്ന് പറയും, അതെന്നോട് അല്ല, ഐ ആം ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് കൊച്ച് മാതാവിൻ്റെ ഈ അച്ഛൻ്റെ അടുത്ത് പറയുമ്പോൾ അച്ഛൻ ചോദിക്കും, നീയോന്ന് ചോദിക്കും, വല്ല അതെന്നോട് പറഞ്ഞു ഐ ആം ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ. തെളിവ് ചോദിച്ച് അവളുടെ പള്ളി വികാരി പോലും അവളെ സംശയിച്ചപ്പോൾ മഞ്ഞ് പുതഞ്ഞ മണ്ണിൽ റോസാപ്പൂക്കൾ വിരിഞ്ഞു. അവൾ മുട്ടുകുത്തി മാതാവിനെ കണ്ട അതേ സ്ഥലത്ത് നീരുറവ പ്രത്യക്ഷപ്പെട്ടു. ഒന്നും രണ്ടുമല്ല കേട്ടോ, 18 തവണയാണ് മാതാവ് ബർണദത്തയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. മാതാവിനെ ഏറ്റവും കൂടുതൽ തവണ കണ്ട ബർണദത്ത. ഇന്ന് ബർണദത്തയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ച് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ച് ഒരുപാട് ആളുകൾ ലൂർദിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ദിവസവും രാത്രി മുടങ്ങാതെ നടക്കുന്ന രാത്രി 9 മണിയിലെ ജപമാല അർപ്പണം വലിയ അനുഭവമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പകരുക. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും അതുതന്നെയാണ്. എത്ര മഴയത്തും എത്ര മഞ്ഞിലും എത്ര ചൂടിലും ആ കൊന്ത മുടങ്ങാതെ ഇപ്പോഴും നടക്കുകയാണ്. ഇടയ്ക്കിടെ അവിടെ നമുക്ക് നമ്മുടെ മലയാളവും കേൾക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി.